ഇതാണ് ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച KGN മാനേജ്മെൻറ്റിനെയും പ്രത്യേകിച്ച് എൻ്റെ ആത്മമിത്രം ഡോക്ടർ സുനിലിനോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇന്നിവിടെ വന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി. ഉദ്ഘാടകൻ ശ്രീ ഖാദർ മാങ്ങാട് സാറിൻ്റെ പ്രസംഗം മുതൽ ഇങ്ങോട്ട് ഓരോ ആളുടെ പ്രസംഗവും നിങ്ങളുടെ ഭാഗത്തുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ എപ്പിജനറ്റിക് ക്ലാസ് വളരെ നല്ല ക്ലാസ്സായി. കാരണം ഞാൻ ഒരു ഡോക്ടറാണ്, ഇതൊക്കെ മുമ്പ് കുറേയൊക്കെ പഠിച്ചതാണ്. പക്ഷെ ഇപ്പം പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റി. വളരെ നന്ദിയുണ്ട് സാർ, വളരെ നല്ലൊരു ക്ലാസ്. അതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന് വളരെ നന്ദി. അതുപോലെ സിസ്റ്റർ ജാസ്മിനോടും അതുപോലെ അവരോടും വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തു, ഒരുപാട് അറിവ് കിട്ടി. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ എപ്പിജനറ്റിക്സ് എന്നുള്ളത് ഞാൻ കുറച്ച് കാലമായി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ താല്പര്യം കാണിക്കുന്ന വിഷയമാണ് എപ്പിജനറ്റിക്സ്. ഞാൻ ശ്രീ രാമചന്ദ്ര മിഷൻ്റെ സോണൽ കോർഡിനേറ്ററാണ്. ഇത് KGN ആശുപത്രി ആണ് എങ്കിലും കൗമുദി നേത്രാലയാണെങ്കിലും ഇത് ഹാർട്ട്ഫുൾനെസ് കാസർഗോഡ് സെൻറ്റർ കൂടിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഹാർട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്ര മിഷൻ്റെ ഒരു സഹോദര സ്ഥാപനമായിട്ട് ഇവിടെ മെഡിറ്റേഷൻ, അതായത് നിങ്ങൾ ഇവിടെ പറഞ്ഞ സ്ട്രെസ് റിലീഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ എപ്പിജനറ്റിക്കൽ ചേഞ്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് പ്രാക്ടീസായിട്ട് അതിൻ്റെ പരിശീലന തലത്തിൽ കൊണ്ടുവരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇത്. ഒരു രോഗചികിത്സ മാത്രമല്ല, എപ്പിജനറ്റിക്സ് പ്രാക്ടിക്കൽ തരത്തിൽ കൊണ്ടുവരാൻ അത് ഡോക്ടർ രോഗി എന്ന നിലയിലുള്ള ബന്ധത്തിനപ്പുറത്ത് എല്ലാവർക്കും, രോഗമില്ലാത്തവർക്ക് കൂടി രോഗം വരാതിരിക്കാനും അതുപോലെ അടുത്ത ജനറേഷനിൽ നമ്മളിപ്പം കൊണ്ടു നടക്കുന്ന എപ്പിജനറ്റിക്കൽ ബേർഡൻ അത് അടുത്ത ജനറേഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്താൻ, പറഞ്ഞ മെത്തിലേഷനിൽ നിന്ന് ഡീമെത്തിലേഷനിലേക്ക് പോകാനും ആ ചേഞ്ച് വരുത്താനുള്ള ഒരു പബ്ലിക്കായിട്ട് എല്ലാവർക്കും യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പരിശീലന പദ്ധതിയാണ് ഹാർട്ട്ഫുൾനെസ് പരിശീലനം. അവിടെ നിങ്ങളൊരു ഫോട്ടോ കാണും. ശ്രീ കമലേഷ് ഡി പട്ടേൽ ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ നമ്മുടെ ശ്രീരാമചന്ദ്ര മിഷൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകം പുറത്ത് കിടപ്പുണ്ട്, ഡിസൈനിങ് ദി ഡെസ്റ്റിനി. നമ്മുടെ ഡെസ്റ്റിനി എങ്ങനെ ഡിസൈൻ ചെയ്യാം. ആ പുസ്തകത്തിൽ ഒരു ചാപ്റ്ററാണ് എപ്പിജനറ്റിക്സ്. അദ്ദേഹം സയൻറ്റിഫിക്കായിട്ട് എങ്ങനെയാണ് ഈ മെഡിറ്റേഷൻ, നമ്മുടെ വെറും മെഡിറ്റേഷൻ മാത്രമല്ല, അതിൻ്റെ കൂടെയുള്ള കുറച്ച് പരിശീലന പദ്ധതിയുണ്ട്. പ്ലസ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ലൈഫ് സ്റ്റൈൽ എങ്ങനെ മാറ്റം വരുത്തണം, അത് മാറ്റം വരുത്തുമ്പോൾ എങ്ങനെയാണ് അത് നമ്മുടെയും അടുത്ത ജനറേഷനും എങ്ങനെ ഗുണകരമായി ബാധിക്കും, ഒരു പുതിയ സൊസൈറ്റി എങ്ങനെ ഉണ്ടാക്കാം, നമ്മൾ ഇൻഡിവിജ്വൽ വർക്കിലൂടെ സൊസൈറ്റിയിൽ എങ്ങനെ ചേഞ്ച് ഉണ്ടാക്കാം. ഡോക്ടർ പറഞ്ഞ റിപ്പിൾ ഇഫക്റ്റ്, അതിനുള്ള വളരെ വ്യക്തമായിട്ട് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ പരിശീലനം ഡോക്ടർ സുനിൽ അതിൻ്റെ പരിശീലകനാണ്. ഡോക്ടർ മാത്രമല്ല, ഇവിടുന്ന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള പ്രവർത്തനങ്ങളിൽ ഇഫക്റ്റ് വരുന്നത്. ശ്രീ നീലകണ്ഠൻ സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഡോക്ടർ സുനിലിനായിട്ടാണ് ആദ്യം പരിചയപ്പെടുന്നത്. എൻ്റെ സീനിയറായിട്ട് പഠിച്ചാണ് അഹമ്മദാബാദിൽ MS പഠിക്കുമ്പോൾ. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നമ്മളെ ബന്ധം ഒരു നല്ല റിലേഷനിൽ പോകുന്നുണ്ട്. കാരണം ഒരു കോമൺ ഫിലോസഫി നമ്മൾ തമ്മിൽ എവിടെയോ ഒരു ഐഡിയ നമ്മൾ ഏറ്റുമുട്ടുന്നതുകൊണ്ടാണ് പിന്നെയും ഞാൻ കണ്ടത്. നീലകണ്ഠൻ സാറിനെ ആദ്യമായി കണ്ടത് കൊടുങ്ങല്ലൂർ വെച്ചിട്ട് ഡോക്ടർ സുനിൽ അവിടെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ്, ഒരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സുനിലിനെ കാണാൻ വേണ്ടി പോയ സമയത്ത് അന്ന് അച്ഛനും അമ്മയും അവിടെ വന്നിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം ആ കാഴ്ച പിന്നെ ഇവിടെ വന്നു, കാസർഗോഡ് വന്ന് ഇവിടെ സ്ഥാപനമാക്കി. അതൊക്കെ ചരിത്രം, അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് അദ്ദേഹത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഗുണം, അദ്ദേഹത്തിന് ഒന്ന് സിംപ്ലിസിറ്റി, അത് സുനിലിനുണ്ട്, രണ്ടാർക്കും ഒരുപോലെയുള്ള കാര്യമാണ് സിംപ്ലിസിറ്റി. രണ്ടാമത് കണ്ടത് കാര്യം വിൽ പവർ. അതും ഞാൻ മകനും അച്ഛനും ഒരുപോലെ കണ്ട കാര്യമാണ് വിൽ പവർ. എൻ്റെ കൂടെ അവിടെ പഠിക്കുമ്പോൾ തന്നെ ഡോക്ടർ സുനിലിൻ്റെ വിൽ പവർ എനിക്കറിയായിരുന്നു. അവിടുത്തെ പ്രതികൂല സാഹചര്യങ്ങൾ എങ്ങനെയാണ് അദ്ദേഹം നേരിടുന്നത്, അത് നമ്മൾ കൂടെ ഒരു ഉൾപ്രേരണയായിരുന്നു. ആ വിൽ പവർ എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തിനാണ് വിൽ പവർ, നമ്മൾ ഇച്ഛാശക്തി ഉണ്ടായാലും അതെങ്ങനെ ഉപയോഗിക്കുന്നുള്ളത് പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിൽ പവർ ഉപയോഗിക്കുക. അതാണ് നമ്മൾക്ക് മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടും ആ വിൽ പവർ നന്നായി ഉപയോഗിക്കുക. അതുതന്നെയാണ് നീലകണ്ഠ സാർ ഇവിടെ ചെയ്തത്. പിന്നെ ഡോക്ടർ സുനിലാണ് ആദ്യം ഈ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് ആദ്യം തുടങ്ങുന്നതും അത് പരിചരിക്കും. മകൻ്റെ ആ പരിശീലന പദ്ധതി കൃത്യമായി ചെയ്യുന്നതും അതിൽ കണ്ട മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹവും അത് സ്വയം സ്വീകരിക്കുകയാണ് ചെയ്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.
അദ്ദേഹം കൃത്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. ആ സിസ്റ്റം പിന്നെ കൂടുതൽ ആൾക്കാരെ എത്തിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായി. അദ്ദേഹം ഇവിടെ വരുന്ന രോഗികളൊക്കെ ഈ ഹിസ്റ്ററി പറയാനും അവരെ മെഡിറ്റേഷൻ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം ഫോളോ ചെയ്ത് വന്നിരുന്ന പല അദ്ദേഹത്തിൻ്റെ ധാരണകൾ, അതും റിച്വൽസ് ആയാലും അതൊക്കെ മാറ്റി വെക്കേണ്ട സ്ഥലത്ത് മാറ്റി വെക്കാനും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാനുള്ള മനക്കരുത്ത്, അതാണ് ഞാൻ നീലകണ്ഠൻ സാറിൽ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഗുണം കണ്ടത്. അതായത് മാറ്റുവിൻ ചട്ടങ്ങളെ മാറ്റേണ്ടത് മാറ്റണം. അത് പുറമേ ആയാലും ഉള്ളിലായാലും നമ്മൾ ഉള്ളിൽ നിന്ന് മാറ്റേണ്ടത് ദുഷ്പ്രവണതകൾ മാറ്റണം. പുറമേ ഉള്ളതെന്തും കണ്ട് അതുണ്ടെങ്കിൽ അവരെയും മാറ്റാനുള്ള ശ്രമം നടത്തുക. ആ മാറ്റാനുള്ള ആത്മധൈര്യം, അതാണ് ഞാൻ നീലകണ്ഠൻ സാറിന് എപ്പോഴും കാണുമ്പോൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രചോദനം. അതാണ് നമ്മളെവിടെ മാറണോ അത് മാറേന്നെ വേണം. അറിവ് ബാങ്കിലിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവാൻ പാടില്ല. ഒരുപാട് അറിവ് കിട്ടി ബാങ്കിൽ വെച്ചാൽ പോരാ, പൈസ ഉപയോഗിക്കാനാണ്, ആവശ്യത്തിന് ഉപയോഗിക്കാനാണ്. അതുപോലെ നമ്മളുടെ അറിവ് നമ്മുടെ ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിൽ ഉപയോഗിക്കുക, അതുപോലെ പബ്ലിക്കിലും എങ്ങനെ ഗുണകരമാവാൻ ജീവിതത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞ ഈ എപ്പിജെനറ്റിക്സ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ മെഡിറ്റേഷൻ സിസ്റ്റത്തിൽ ശ്രീരാമചന്ദ്രൻ ഓഫർ ചെയ്യുന്ന ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിൽ കംപ്ലീറ്റ് ഉണ്ട്. അത് നിങ്ങൾ ഈ പരിസരത്തുള്ളവർക്ക് ഡോക്ടർ സുനിലിൻ്റെ സേവനം ഉപയോഗിക്കുക. എല്ലാവരും അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് പെട്ടെന്ന് ഇപ്പോൾ അത് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമ്മൾ രോഗം മാറിയൊന്നും വരില്ല. പക്ഷേ ഫ്യൂച്ചർ ജനറേഷൻ ഇങ്ങനെയുള്ള ക്രോണിക് അസുഖങ്ങൾ വരുന്നത്, എൻ്റെ അടുത്ത തലമുറകൾ വരുന്നത് നമുക്ക് അവരെ പിന്തിരിപ്പിക്കാൻ, അതിൽ നിന്ന് മാറ്റാനും ഒരു പുതിയ ജനറേഷൻ ഉണ്ടാക്കാനും, അതല്ലെങ്കിൽ എൻ്റെ അതേ സൂക്കേട് എൻ്റെ മക്കൾക്ക് ഉണ്ടാകുന്നത് ഒഴിവാക്കാനെങ്കിലും അത് ഗുണം ചെയ്യും. പിന്നെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും, മെൻ്റൽ പീസോടെ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. ആ സ്വസ്ഥത അറ്റ്ലീസ്റ്റ് നമ്മൾ ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് സുഖം തരും. ഈ കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയൊരു പിന്നെ പറയുക, ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല എന്നൊരു കുറ്റബോധം എന്നിൽ ഉണ്ടാവും. അതുകൊണ്ട് ഈ പറയാനും ഉപയോഗിക്കുകയാണ്. വളരെ വിശപ്പ് എനിക്കുണ്ട്. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുകയാണ്.